നമസ്കാരം. എന്നെയും കുമ്മനത്തിനെയും വിട്ടോളൂ. സ്ട്രാറ്റജിക്കൽ വോട്ടിങ്ങും മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത വിധം മതസംഘടനകൾ വോട്ടിങ്ങിനെ നിയന്ത്രിക്കുന്ന ഒരു സ്റ്റേറ്റായിട്ട് കേരളത്തിൽ മാറിയിരിക്കുന്നു. അപായകരമായ സൂചനയാണിത്. ആര് ജയിക്കണം ആര് തോൽക്കണമെന്ന് ബാഹ്യശക്തികൾ നിശ്ചയിക്കുന്നതിൽ നമ്മുടെ ഡെമോക്രസി പോയി. അതെങ്ങനെയാണ്? ഈ SDPI PFI സംഘങ്ങളെ ഇവിടെ ഇലക്ഷനിലെ ഓരോ തെരഞ്ഞെടുപ്പിലും മാറി മാറി സഹായിക്കുന്നതുകൊണ്ടാണ്. ഞങ്ങൾക്ക് മാത്രമല്ല ഈ അപകടം, നാളെ CPM-നും ഈ അപകടം വരും, ഒരു സംശയം വേണ്ട. ഈ ശക്തികളെ പ്രോത്സാഹിപ്പിച്ചാൽ നാളെ ജനാധിപത്യം എന്ന് പറയുന്നത് ഒന്നും ഉണ്ടാവില്ല. ആദ്യം BJP-കാരൻ്റെ വാതിലാണ് മുട്ടുന്നതെങ്കിലും അവസാനം എല്ലാ മതനിരപേക്ഷവാദികളുടെയും വാതിൽ ഇത് മുട്ടും. അങ്ങനെയുള്ള ഭീകരവാദികളെയാണ് പഞ്ചസാരയിൽ പൊതിഞ്ഞിവിടെ അവതരിപ്പിക്കുന്നത്. സതീശനോ സുധാകരനോ മിണ്ടുന്നേയില്ല SDPI സഖ്യത്തെക്കുറിച്ച്, PFI സഖ്യത്തെക്കുറിച്ച്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്ന അപകടം ചെറുതാണ്. വൈകുന്നേരം ഇത് കണ്ടാൽ മതി, നിങ്ങൾ മീഡിയ വൺ ഒരു ദിവസം ആ ചർച്ച ഒന്ന് കണ്ടാൽ മതി. എന്തുമാത്രം മാരകമായ വിഷമാണ് കുത്തിവെക്കുന്നത്. ഞങ്ങളെ മാത്രം ബാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, എല്ലാവരെയും ബാധിക്കും. നാളെ മനോരമയും പത്രങ്ങളെ വരെ, ഒരു പത്രം പ്രവർത്തിക്കാൻ ഒരു നിലപാടെടുത്തതിൻ്റെ പേരിൽ ആരെങ്കിലും നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഒരു പത്രം നിലപാടെടുത്തതിൻ്റെ പേരിൽ വലിയ മതേതരത്വം പ്രസംഗിക്കുന്ന മാതൃഭൂമിക്കും UDF പക്ഷപാതിത്വം കാണിക്കുന്ന മനോരമയ്ക്കും പല സന്ദർഭങ്ങളിലും ഇത് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിഭീകരമാണ്. നിങ്ങൾ വിചാരിക്കുന്നതിന് അപ്പുറത്ത് ഭീകരമാണ്. ഇത് ബോംബ് പൊട്ടിയില്ലെന്ന് വിചാരിച്ചിട്ട് നമ്മളിരിക്കുന്നത്. ബോംബ് പൊട്ടുമായിരുന്നു ഞങ്ങളില്ലായിരുന്നെങ്കിൽ, അമിത്ഷാ അവിടെ ഇല്ലായിരുന്നെങ്കിൽ ബോംബ് പൊട്ടുമായിരുന്നു. കുന്തിരിക്കാം കരുതിക്കോ എന്ന് വെറുതെ പറഞ്ഞതല്ല. അത്ര ഭയാനകമായിരുന്നു സാഹചര്യം. അടിച്ചമർത്തി അവരുടെ സാമ്പത്തിക സ്രോതസ് തകർത്തത് മോദിയും അമിത്ഷായും അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ്. കോൺഗ്രസ് ആയിരുന്നെങ്കിൽ അവരെ എന്നേ കയറൂരി വിട്ടനെ. ഈ PFI എന്ന് പറയുന്ന ഭീകര സംഘം കാശ്മീരിലും ദില്ലിയിലും പൊട്ടിച്ചതിനേക്കാൾ കൂടുതൽ കേരളത്തെ പൊട്ടിക്കുമായിരുന്നു. ഞങ്ങളെ ഗവൺമെൻറ് അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് വർഗീയതയാണ് ഇതിനെല്ലാം കാരണം. ഞാൻ തോറ്റതിൽ എനിക്ക് സങ്കടമില്ല. കാരണം വർഗീയതയാണ്. വർഗീയത കാണിച്ചിട്ടാണ് UDF ജയിക്കുന്നത്. ഞാൻ ഇതിൽ എന്തെങ്കിലും വിശദീകരണം തരേണ്ട ആവശ്യം പോലും ഉണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അത്രയും വ്യക്തമായിട്ടാണ് BJP-യുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ കാര്യങ്ങൾ പറഞ്ഞു വെച്ചത്. അങ്ങ് ഡൽഹിയിൽ നരേന്ദ്രമോദിയും അമിത്ഷായും ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിലുൾപ്പെടെ ബോംബുകൾ പൊട്ടുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ചുമ്മാ അങ്ങ് പറയുകയല്ല ചെയ്യുന്നത്, അത് സത്യമാണ് താനും. അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളും പ്രധാനപ്പെട്ട നേതാക്കളുമൊക്കെ അടിച്ചൊതുക്കിയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ നിൽക്കുന്നത്. എന്നിട്ടും ഒരു ചാൻസ് കിട്ടിയാൽ അവർ അത് ചെയ്യും. നരേന്ദ്രമോദിയെയും അമിത്ഷായും ഭയന്ന് മാത്രമാണ് അവരതിന് ശ്രമിക്കാത്തതെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത്. സുരേന്ദ്രൻ അത് വെറുതെ പറയുന്നതല്ല എന്ന് BJP-ക്കാരല്ലാത്ത കാഫിറുകൾക്കും അറിയാം. അതൊരു നഗ്ന സത്യം മാത്രമാണ്.